മോള് വല്ലവൻ്റെ ഒളിച്ചോടി പോയിട്ട് നിങ്ങളെ മൂത്തമ്മ എന്നോട് കാല് നിർത്തിയിരിക്കുക. അതിന് നിങ്ങൾ എന്റെ മെക്കിട്ട് കയറാൻ പറയുന്നത് കേട്ടോ. കയറ്റി നിങ്ങൾ യവനെ കൊണ്ട് അച്ഛൻ വരുന്നടാ. ഞാനങ്ങനാണ് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറയുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ അമ്മ ചെയ്തിട്ട് പോയ മനുഷ്യനാണ് എന്നിട്ട് വന്നിരിക്കുന്നത്. മനുഷ്യനാണ് അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞത്. നമ്മുടെ മത്തായി രണ്ടെണ്ണം അടിച്ച് ചെറുതായിട്ടൊന്ന് മത്തായി. അതല്ല, ലോലപ്പന്റെ മകൻ മത്തായി. അത് തന്നെ. എന്നാ നിന്റെ വിശ്വാസം? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ എന്നോടൊരു പരാതി പറഞ്ഞു. നീ കുടുംബമായിട്ടൊരു ഉത്തരവാദിത്വമില്ല, വഴി പിഴച്ച ജീവിതമാണെന്ന് പറയുന്നു കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടു. നഷ്ടപ്പെടുത്തിയോ അവിടെ? 2 ദിവസം നമ്മൾ സാധാരണ ബാങ്കിൽ വെച്ചിരിക്കുന്നു. നാളെ എന്ത് എന്റെ പ്രമാണം? വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ഓ ബൈബിൾ. ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? അയ്യോ 12-ാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ചവനല്ലേ. ബൈബിൾ എടുത്തുള്ളത്. ഞാൻ ഇവരോട് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആ ബൈബിളാണ് അരച്ച് കലക്കി കുടിച്ചത്. ബൈബിളില്ല. ഞാൻ ബൈബിളിൽ നിന്നോട് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയണം. ആദാമിന് എത്ര മക്കളുണ്ട്? 3. എടാ ആദാമിന് 2 മക്കളേ ഉള്ളൂ. ഒന്ന് കായേനും ഒന്ന് ഹാബേലും. അപ്പൊ അബു ആദാമിന്റെ മകൻ അബു. എന്നോടാണ് ചോദിക്കുന്നത്. കലികുമാറിന്റെ പടത്തിലെ കാര്യം കറിയപ്പ പിടിഞ്ഞു വന്ന് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? അപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, അവൊന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടക്കിടക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു. കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നു പോയി. പറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു അണ്ണാനെ വളർത്തി. ആ അണ്ണാനെ വളരെ സുന്ദരനായ ഒരു അണ്ണാനായിരുന്നു. അത് വളർന്ന് വന്നപ്പോൾ അതും എങ്ങാണ്ടോട്ട് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. മരം വളർത്തി. ആ മരം പടർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിൽ നിന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കഥയാണ്. ഇതേപോലത്തെ സിറ്റുവേഷൻ ബൈബിളിലാണ്. പിന്നെ എന്റെ ഒരു കൂട്ടുകാരൻ ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോ അവ അതെടുത്തോണ്ട് പോയി. ഷിബു. പിന്നെ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ രതീഷ് അതെടുത്തോണ്ട് പോയി. ഒരു ഫുള്ള് വന്നു. അപ്പൊ രതീഷ് ബീഡിയും കൊണ്ടുവന്ന് അവിടെ ചേക്കേറി. അവൻ മിക്സറും കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി. എന്റെ കൂട്ടുകെട്ടായ മദ്യപാന്മാരുമായിട്ടാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ഞാൻ ഇന്ന് വരെ ആരെയും ഓസിന് അടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ദൈവം അവിടെ കണക്ക് പുസ്തകത്തിൽ? അതിന്റെ കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോകൂടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോകണം. പിന്നെ അവിടെ ആരുമില്ലല്ലോ. അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. നീ ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവനോട് ആപ്പിനോട് മാത്രമാണ്. അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം. പിടിക്കും. ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. അറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്ന് ചോദിച്ചു. പാടിക്കാണോ? പാടിക്കേ. യൂതന്മാർ ബുദ്ധി യേശുവേ യൂതന്മാർ ബുദ്ധി യേശുവേ യൂതന്മാർ ബുദ്ധി യേശുവേ യൂതന്മാർ ബുദ്ധി ബുദ്ധി ഏ ബുദ്ധി ബുദ്ധി ഏ ബുദ്ധി ഏ ബുദ്ധി ബുദ്ധി ഏ ഇവ പാടി തീരെ ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട്
എന്നെ കുനുകുനെ കുത്താനായിട്ട്. ഇവിടെ ഈ പാട്ടുകൂടെ കേട്ടപ്പോൾ എനിക്ക് വിശന്നിട്ട് രക്ഷയില്ല. കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും ഒലക്കി വെച്ചിട്ടുണ്ട്. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. തിരിച്ചു പറഞ്ഞേ മോനെ. എത്ര നാളെ അച്ഛാ കണ്ടിട്ട്? അച്ചായൻ അതല്ല, ഞാൻ അച്ചായ. ഇത് ഞാൻ ഒന്ന് പെട്ടിയാ. അച്ഛാ ഈ പെട്ടി ഞാൻ പൊട്ടിക്കട്ടാ. ഇതൊന്ന് പിടിച്ചെടുക്കാം. ഇതിനകത്ത അടിപൊളി. മൈക്കിൾ, അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല. അത് എന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള. എന്റെ അങ്കിളിന് കൊടുക്കണം, അങ്കിളിന് കൊടുക്കണം. പിന്നെ എന്റെ പേര് മറ്റേതേ ശല്യപ്പെടുത്താതെ, ശല്യപ്പെടുത്താതെ മൈക്കിൾ. എടി ഞാൻ പറഞ്ഞോട്ടെ. ആദ്യം 2 പ്രാവശ്യം ശല്യം ചെയ്തില്ലേ, അതിന്റെ സോറി പറയാൻ വന്നതാ. അപ്പത്തിന് ഞാൻ നന്നായിട്ട് നോക്കൂടാ. സമയാസമയം മരുന്നും ആഹാരവും എല്ലാം കൊടുക്കുന്നു. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല അച്ഛാ. മരുന്ന് കഴിക്കണല്ലേ? കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം സംഭവം ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണെന്നറിയാ കൊടുക്കുന്നത്? എന്റെ ഇവിടെ അരിച്ചൊരു ഒഴിഞ്ഞ കുപ്പിയുള്ള ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യും. എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് അടിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാനെന്താ പറയാം, അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, നിർബന്ധിച്ച് കുടിക്കും. അങ്ങനെ അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് അടിച്ച് വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കുടിക്കൂല. അയ്യോ, അതെ, ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവർക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ കുടിക്കാൻ പാടില്ല. എല്ലാവരും ഇനി വന്നേ. അതെ അച്ഛാ, ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാ. മനസ്സ് വിഷമിക്കരുത്. ഇല്ല അച്ഛാ, പറ. കപ്പ തീർന്നു. എന്നെ വിട്ടുപോയേ, എന്നെ വിട്ടുപോയേ, എന്നെ വിട്ടുപോയേ, എന്നെ വിട്ടുപോയേ. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്. എന്നെ വിട്ടുപോയില്ലേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല. നിങ്ങളുടെ പപ്പ തീർന്നു പോയെന്നല്ലേ ഞാൻ പറഞ്ഞത്? കപ്പ തീർന്നു പോയെന്ന്. കപ്പപ്പുഴക്ക് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കപ്പ മൊത്തം തീർന്നു പോയി. മൈക്കിൾ വന്നോടാ. മൈക്കിൾ വന്നോന്ന്. അതപ്പോ ഞാൻ വന്നപ്പോ ഈ ആകെ വെളുത്ത് സുന്ദരകുട്ടനായാലും അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ മക്കളെ? എന്നാ അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ഒക്കെ ഉണ്ടാകും. എന്റെ അപ്പത്ത ഇവിടെ വല്ല ക്രിസ്മസ് ആണോ? അമേരിക്കയിലെ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് അടിച്ചുപോയി, അടിപൊളിയാ. അവിടെ സ്റ്റാർ ഒക്കെ ഉള്ളൂടോ മക്കളെ. അപ്പത്ത അവിടുത്തെ സ്റ്റാർ ഞാനില്ല. എന്റെ വേളൊരു സ്റ്റാർ ഇല്ല, വേറെ സ്റ്റാർ ഇല്ല. കെട്ടി തൂക്കിനാ കൊള്ളാം, ബൾബടിച്ച് പൊട്ടിക്കരുത്. മക്കളെ, നമ്മുടെ ഇവിടുത്തെ പോലെ ക്രിസ്മസിന് അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ ഭയങ്കര മത്സരം. കുഴി ചാടിക്കാൻ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇവിടെ കഴിഞ്ഞ് മറ്റൊരാളില്ല.
നീ എന്തിനാ ചേട്ടാ നിങ്ങളുടെ പെണ്ണുങ്ങളുടെ പേരെന്താണ്? ജെഫ്രി. അല്ലാതെ റഫറി ഒന്നും ഇതിലടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അവിടെ പുറം നടക്കാൻ ആവശ്യമില്ല അവനോട്ട് വഴക്കൂടാ നിൽക്കുന്നത്. കാര്യം നിനക്കറിയോ? ഇവൻ ഭയങ്കര റേപ്പാണ്. എന്റെ പിള്ളേർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കല്യാണം വരെ മുടങ്ങി പോകും. പരിപാടി നീ അവന്റെ പാട്ട് കേട്ടിട്ടില്ല? ഇല്ല. അമ്മയ്ക്കൊന്ന് പാടാം. ഇത്ര നാളായിട്ട് ഞാൻ പറഞ്ഞു അമേരിക്കയിലേക്ക് എനിക്കൊരു വിസ വരട്ടെ. ആ ചിക്കാഗോ നഗരത്തിലുള്ള ആ ന്യൂയോർക്കിലുള്ള തെരുവികളൊന്നും പാടാൻ വേണ്ടി നല്ലൊരു സാധനം. ആ പെന്തകൺ തകർന്നതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. നീ ഇനി ആ വിഷമം ഉണ്ടാക്കാൻ പോകുന്നു. അകത്ത് പോയി മിണ്ടാതിരിക്കും. പിന്നെ ഞാൻ ഇവന് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇവൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ പെർഫോമൻസ്? ഇവൻ ഒരു കാര്യം എന്നെ ചെയ്യാൻ സമ്മതിക്കുകയല്ല. എല്ലാം അവൻ തന്നെ ഒന്ന് ചെയ്യും. ആണല്ലോ. കൃത്യമായിട്ട് മരുന്ന് കാര്യങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ. ഒരു ബുദ്ധിമുട്ട് ഞാൻ വരുന്നു. ആണല്ലോ. അപ്പൊ തന്നെ കൊളസ്ട്രോൾ ഒക്കെ എങ്ങനെയുണ്ടോ? കൊളസ്ട്രോള് 430. കൊളസ്ട്രോൾ 430. ഡോക്ടർ പറഞ്ഞ് രാവിലെ എണീറ്റൊന്ന് ഓടണം. എന്നിട്ട് ഓടില്ല. ഞാൻ പറഞ്ഞിട്ട് ഓടുന്നില്ല. ഓടുന്നില്ല. ഇല്ല. അതല്ല അപ്പച്ച ഓടാത്തെ. എന്റെ പൊന്നു മക്കളെ, അപ്പച്ചന്റെ ഈ 2 മുട്ടും കണ്ട ഇതൊക്കെ വെച്ചോണ്ട് അപ്പച്ചന് ഓടാൻ പറ്റൂലെന്ന്. അപ്പച്ചന്റെ കാര്യം കാല് വേദന നിൽക്കാൻ പാടില്ലേ? അപ്പച്ചന് പറ്റില്ലെങ്കിൽ നീ ഓടണം. കാലത്ത് എന്നിട്ട് നീ ഓടണം. എന്നിട്ട് റിസൾട്ട് ഉണ്ടെന്ന് എന്നെ കാണിക്കണം. ആണ്. ശരി, ഞാൻ നാളെ ഓടാം. ഇപ്പൊ 4 4 8 പേരുണ്ട്. അവരെ കാത്തൊന്ന് കൂട്ടരീസ് എല്ലാം കൂടി നമുക്കൊരു കാര്യം ചെയ്യാം. കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാം. ബർത്ത്ഡേ അല്ലേ? പപ്പ എന്നെ മുറിച്ചു. അതെ. കൊളസ്ട്രോൾ കൂടുന്നത് മനസ്സിലായി. ആർട്ടൂണില് ഉറുമ്പിന്റെ മുഖം വെച്ചിട്ട് പുള്ളി എന്നെ കാണിക്കുന്നത്. ശരി ശരി. 1 2 3 4 5 6 7. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സാധാ ക്ലാസ് ഒക്കെ എന്നെ കാലം പിടിക്കുന്നത്. അവൻ അമേരിക്കൻ ഒന്നുണ്ടായിരിക്കും വരാൻ കൊടുക്കാം. സാന്താ ക്ലാസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്നാടാ അയ്യോ അപ്പച്ചാ ആരാ നോക്കിയ നമ്മുടെ പെങ്ങള് ഇത് ശോസനയാണെങ്കിൽ ഇത് കുടിവെട്ടുകാരന്റെ മോൻ ഓളമനെ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്നത് പാപമാണ്. നീ ഇങ്ങനെ പാട്ടും പാടി തോട്ടിയും വെച്ചിട്ട് നമ്മുടെ പെങ്ങളെ നമ്മൾ തട്ടിക്കൊണ്ടു പോകാൻ നോക്കി. ഞാൻ പറയുന്ന ഒന്ന് കേസ്. കറിയപ്പാപ്പന്റെ മകൻ അമേരിക്കയിലാണ്. മൈക്കിലെ ഒരു മകൻ അമേരിക്കയില്, ഒരു മകനോട് പാട്ടും പാടി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. നോക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു ജോലിക്കാരാണ്. ഒരു ഉത്തരവാദിത്തം 24 മണിക്കൂർ വെള്ളമടിച്ച് നടക്കുന്നു. കറിയപ്പാപ്പനെ വീട്ടിൽ സംരക്ഷിക്കാനും നോക്കാനും ഒരു കുട്ടി വേണ്ടേ? വെള്ള സംവിധാനം ഒരു കുട്ടി വേണ്ടേ? അപ്പോൾ ഒരു കാര്യം ഇവരുടെ വിവാഹം നടത്തി കൊടുക്കൂ. കറിയപ്പാപ്പനെ വയസ്സുകാർക്ക് നോക്കാൻ ആളായില്ലേ? നിനക്ക് ശോശന്റെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഓക്കെ. ശോശന്റെ എങ്ങനൊരു കാര്യം ചെയ്യാം. വരുന്ന ന്യൂ ഇയറിന് ഇവരുടെ വിവാഹം നമുക്ക് മംഗളകരമായിട്ട് അങ്ങ് നടത്തി കൊടുക്കാം.